ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിറ്റ്. ഇപ്പോൾ ഏപ്രിൽ മാസത്തിൽ ഏതൊക്കെ പച്ചക്കറികളാണ് കൃഷി ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മളിവിടെ കൃഷി ചെയ്തിരിക്കുന്നത് ഈ മാർച്ച് മാസത്തിൽ കൃഷി ചെയ്തിരിക്കുന്നതായിരുന്നു പയറ്. ഈ പയറ് ഇപ്പോൾ മാർച്ച് മാസത്തിൽ കൃഷി ചെയ്യാം. അതുപോലെ തന്നെ ഏപ്രിലിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയ ഒന്ന് തന്നെയാണ് നമുക്ക് പയറെന്ന് പറയുന്നത്. ഇപ്പോൾ പയറിൻ്റെ ഈ സമയത്ത് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, ഒന്ന് നന്നായിട്ട് നന കൊടുക്കണം. നല്ല ചൂടാണ്, അതുകൊണ്ട് നന്നായിട്ട് നന കൊടുക്കുക. വിത്തുകൾ പാകി മുളപ്പിച്ചിട്ട് നമുക്ക് നട്ടുപിടിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഒത്തിരി താമസമൊന്നുമില്ല. നേരിട്ട് നമുക്ക് തടത്തിലേക്ക് നമുക്ക് വിത്ത് പാകാം പയറിൻ്റെ. അതല്ലെങ്കിൽ നമുക്ക് ചെറിയ ഗ്ലാസ്സുകളോ ട്രേകളിലൊക്കെ അകത്ത് നമുക്ക് വിത്ത് പാകി മുളപ്പിച്ച് ചെറിയ തൈകളായിട്ട് നമുക്ക് മാറ്റി നടാവുന്നതാണ്. ഈ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് വള്ളിപ്പയറാണ്, നീളമുള്ള വള്ളിപ്പയറാണ്. ഇനി കുറ്റിപ്പയറും അതുപോലെ തന്നെ വള്ളിപ്പയറൊക്കെ നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. ഈ കാണുന്ന മുഴുവൻ നമ്മുടെ പയർ കൃഷിയാണ്. അതോടൊപ്പം തന്നെ ഏപ്രിൽ മാസത്തിലേക്ക് പുതിയ തടത്തിലേക്ക് നമ്മൾ വിത്തുകൾ പാകി മുളപ്പിച്ച് ചെറിയ തൈകൾ നടുന്നുണ്ട്. അതാണ് നമ്മൾ ഏപ്രിൽ മാസത്തിൽ ചെയ്യുന്ന ആദ്യത്തെ കൃഷി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തെ കൃഷി ചെയ്യാൻ പറ്റിയ ഒന്നാണ് ചീര. പച്ചച്ചീരയും ചുവപ്പ് ചീരയും പ്രത്യേകമായിട്ട് കൃഷി ചെയ്യുവാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക. ചുവപ്പ് ചീര നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് മാത്രം കൃഷി ചെയ്യുക, എന്നാലാണ് അത് നന്നായിട്ട് ഉണ്ടാവുന്നത്. ഇനി പച്ചച്ചീരയ്ക്കാണ് ചെറിയൊരു തണല് ചോലയൊക്കെ ഉണ്ടെങ്കിലും അത്ര കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ചുവപ്പ് ചീരയ്ക്ക് ഇലപ്പുള്ളി രോഗം വരാതിരിക്കാൻ വേണ്ടി വേറെ മരുന്നുകളൊന്നും ഫിഷ് അമിനോസോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലെങ്കിൽ, ഗോമൂത്രമൊന്നും സ്പ്രേ ചെയ്യുന്നില്ലെങ്കിൽ, ഈ ചുവപ്പ് ചീര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് പച്ചച്ചീര ഒരു 5-6 വിത്തുകളൊന്ന് മിക്സ് ചെയ്തിട്ട് വിതറുന്നത് നല്ലതായിരിക്കും. ചുവപ്പ് ചീരയോ പച്ചച്ചീരയോ ഒക്കെ നമുക്ക് ഏപ്രിൽ മാസത്തിൽ കൃഷി ചെയ്യാം. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം മാർച്ച് മാസത്തിൽ ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ ഇത് കൂടാതെ നമ്മൾ ഏപ്രിൽ മാസത്തിലും വിത്ത് പാകി മുളപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഏപ്രിൽ മാസത്തിൽ ഈ വേനൽക്കാലത്താണ് ഏറ്റവും കൂടുതൽ ചീര ഉണ്ടാവുന്നത്. അതുകൊണ്ട് ആരും ചീര കൃഷി ചെയ്യാതിരിക്കരുത്. എല്ലാവരുടെയും വീട്ടിലെ ചീര കൃഷി ചെയ്യണം. ഏപ്രിൽ മാസം എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് എന്നൊക്കെ പറയുന്ന നല്ല ചൂടുള്ള സമയമാണ്. അപ്പോൾ നമുക്ക് നല്ല തണുപ്പ് കിട്ടുന്ന ഒന്നാണ് സാലഡ് കുക്കുംബർ എന്ന് പറയുന്നത്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കാവുന്നതാണ്. അപ്പോൾ മാർച്ച് മാസത്തെ കൃഷി ചെയ്യാത്തവർ ഏപ്രിൽ മാസത്തിലെ വിത്ത് പാകിയും തൈകൾ മേടിച്ച് നടണം. അപ്പോൾ സാലഡ് കുക്കുംബറിൽ തന്നെ പല വിധത്തിലുണ്ട്. ഈ കാണുന്നത് സ്നോ വൈറ്റ് ആണ്. സ്നോ വൈറ്റിൻ്റെ കുക്കുംബറാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സാധാരണ സാലഡ് കുക്കുംബർ ഉണ്ട്. ഇത് നോക്കിക്കേ, ഇതൊക്കെ കണ്ടോ? ഇത് കണ്ടോ? ഇതൊക്കെ നമുക്ക് ഏപ്രിൽ മാസത്തിൽ കൃഷി ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിലുള്ള സാലഡ് കുക്കുംബർ നമ്മൾ കൃഷി ചെയ്യണം. അപ്പോൾ തന്നെ ഏപ്രിൽ മാസത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് വെള്ളരി എന്ന് പറയുന്നത്. വെള്ളരി കൃഷി ചെയ്യാത്തവർ വെള്ളരി കൃഷി ചെയ്യുക. അത് നിലത്ത് പടത്തി വിട്ടുകൊണ്ട് നമുക്കത് കൃഷി ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പച്ചമുളക് കൃഷി ചെയ്യുക. പച്ചമുളക് കൃഷി ചെയ്യുമ്പോൾ നമുക്കറിയാം വേനൽക്കാലത്ത് അല്പം കൂടുതൽ പരിചരണം കൊടുക്കേണ്ടതാണ്, നന്നായിട്ട് നന കൊടുക്കേണ്ടതാണ്. എങ്കിൽ പോലും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചമുളക് നമ്മൾ ഈ ഏപ്രിൽ മാസത്തിൽ കൃഷി ചെയ്യണം. എങ്കിലാണ് നമ്മൾ ഈ പച്ചക്കറികളൊക്കെ കൃഷി ചെയ്ത് വന്നിട്ട് മുളകില്ല എന്ന് പറയരുത്. അതുകൊണ്ട് ഈ കാണുന്ന നോക്കിക്ക്, ഇതെല്ലാം നമ്മൾ പച്ചമുളക് കൃഷി ചെയ്തിരിക്കുന്നതാണ്. മുളകായി തുടങ്ങുന്നുള്ളൂ, കാച്ചു തുടങ്ങുന്ന രംഗമാണ് ഈ കാണുന്നത്. പച്ചമുളകിൻ്റെ വിത്തുകൾ മേടിക്കാൻ കിട്ടും. ആ വിത്തുകൾ വാങ്ങിയിട്ട് നമുക്ക് മുളപ്പിക്കാം. ഇനി അതല്ലെങ്കിൽ നമ്മുടെ വറ്റൽ മുളക് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് പൊട്ടിച്ചിട്ട് അതിൻ്റെ അരികളെങ്കിലും നിങ്ങൾ പാകുക. അതുപോലെ തന്നെ ഈ ഏപ്രിൽ മാസത്തിൽ നമുക്ക് പാവല കൃഷി ചെയ്യാം, കുമ്പളം കൃഷി ചെയ്യാം, അതുപോലെ തന്നെ പടവലം കൃഷി ചെയ്യാം. ഇതൊരു കുമ്പളമാണ് കയറി പോയിരിക്കുന്നത്. ഇത് നമ്മുടെ സാലഡ് കുക്കുംബറിന് നമ്മൾ വേണ്ടി ഉണ്ടാക്കിയ പന്തലായിരുന്നു. പക്ഷെ നമുക്കൊരു കുമ്പളത്തിൻ്റെ തൈ പറമ്പിൽ മുളച്ചു വന്നപ്പോൾ അതിനകത്തുനിന്ന് അതുപോലെ തന്നെ ഞാൻ തൂമ്പയും കൊണ്ട് കോരി എടുത്ത് ഇവിടെ ഞാൻ കൊണ്ടുപോയി കുഴിച്ച് വെക്കുകയാണ് ചെയ്തത്. ഇതേ കുമ്പളത്തിൻ്റെ മൊട്ടുകൾ വന്നു തുടങ്ങി. ഇത് കണ്ടോ? ഇപ്പോൾ കുമ്പളം നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്നതാണ് ഏപ്രിൽ മാസം. പടവലം, കുമ്പളം, അതുപോലെ തന്നെ പാവല, ഇതൊക്കെ കൃഷി ചെയ്യുക. അതുപോലെ തന്നെ മത്തനും ഈ സമയത്ത് നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്നതാണ്. മത്തൻ്റെ വിത്തുകൾ പാകി മുളപ്പിക്കുക. പഴയ വിത്തുകളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് പാകുക. അതല്ലെങ്കിൽ മത്തൻ്റെ വിത്തുകൾ വാങ്ങാൻ കിട്ടും. അത് വാങ്ങിയിട്ടാണെങ്കിൽ പോലും മത്തൻ്റെ വിത്തുകൾ പാകി മുളപ്പിച്ച മത്തൻ തൈകൾ ഉണ്ടാക്കുക. അതൊക്കെ നമുക്ക് ഈ ഏപ്രിൽ മാസത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കറിയാം ഏപ്രിൽ മാസത്തിൽ സ്കൂൾ അവധിയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളെയും കൂടി ഈ കൃഷിയിലേക്കൊന്ന് ഇറക്കുക. അവരുടെ കയ്യിലേക്ക് 5-6 വിത്തുകളൊക്കെ കൊടുത്തിട്ട് അവരെ കൊണ്ടും കൂടി കൃഷി ചെയ്യിപ്പിക്കുക. വിത്തുകൾ പാകുക, മുളപ്പിക്കുക. അതൊക്കെ അവരും കണ്ട് അറിയട്ടെ. അവരും ആ കൃഷിയിലേക്കൊന്ന്, അല്ലെങ്കിൽ കൃഷിയെ സ്നേഹിച്ച് വരട്ടെ. അപ്പോൾ ഈ ഏപ്രിൽ മാസത്തിൽ ഈ കൃഷികളൊക്കെ ചെയ്ത് നന്നായിട്ട് വിളവുണ്ടാവട്ടെ. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിലുള്ള പച്ചക്കറികൾ നമുക്ക് കിട്ടട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി.